ഇനിയാണ് കളി. ഡോക്ടറെ, ഞാൻ നേരത്തെ എത്രയോ തവണ പറഞ്ഞു ഈ സ്വാമി ഒരു ഫ്രോഡാണെന്ന്. സ്വാമി മുഖേന വന്ന ഫണ്ടിങ് സ്വാമിക്ക് കമ്മീഷൻ അടിക്കാനുള്ള ഒരു കാര്യം തന്നെയാണ്. കമ്മീഷനാണോ അതോ 50-50 ഷെയർ ആണോ എന്നും അറിയാൻ പറ്റില്ല. എന്നാലും ഇത്രയും കാലം കൂടെ നിന്നിട്ട് ഒരു മനുഷ്യൻ അങ്ങനെ ചതിക്കാൻ പറ്റുമോ? എന്റെ പൊന്നു ഡോക്ടറെ, ഈ പണത്തിന്റെ ഒരു പവർ അതാ. കണ്ടാൽ ഒരു ദീർഘചതുരത്തിലുള്ള കടലാസ്, പല നിറത്തിലുള്ള അച്ചടി, അതില് രാഷ്ട്രപിതാവിന്റെ ചിത്രം. പക്ഷേ ആ നോട്ട് ഏതൊക്കെ കൈകളിലൂടെ മറഞ്ഞു പോകുന്നത്? അമ്പല ഭണ്ഡാരത്തിലും പള്ളിയുടെ നേർച്ചക്കുറ്റിയിലും മാത്രമല്ലല്ലോ പണം ഉള്ളത്. ഇറച്ചിവെട്ടുകാരന്റെ കയ്യിലും ചൂതാട്ട കേന്ദ്രങ്ങളിലും ചുവന്ന തെരുവിലും ഒക്കെ ഉള്ളതും ഇതേ പണം തന്നെയാണ്. മനുഷ്യന്റെ കണ്ണുനീരും ചോരയും മഷിയാക്കി മാറ്റിയിരിക്കുന്ന ഒരു സാധനമാണത്. അതുകൊണ്ട് തന്നെ പണത്തിന് മൂർച്ച കൂടുതലാണ്. ഏത് ബന്ധത്തെയും വെട്ടിമുറിക്കാൻ പണത്തിന് കഴിയും. പണം കയ്യിലുള്ളവനാണ് ദൈവം. എന്നാലും സ്വാമിയുടെ ഭാഗത്തുനിന്ന് പതിയെ ഡോക്ടറും വിശ്വസിച്ചോളും. ഡോക്ടർ, ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം. ഇതുകൂടി ഒന്ന് മനസ്സിൽ അടിവരയിട്ട് സൂക്ഷിച്ചു വെച്ചോ. ഇപ്പൊ ഡോക്ടർ ജയശങ്കറിന് പിന്നാലെ വിശ്വസ്ത വിനീത വിധേയനായി നടക്കുന്ന പോലെ നാളെ തങ്കച്ചിക്ക് പിന്നാലെ സ്വാമി നടക്കുന്നതും കാണാം. അന്ന് പക്ഷേ ആരും തുണയില്ലാതെ ഊന്നുവടിയുടെ മാത്രം സഹായത്തിൽ ഡോക്ടർ ജയശങ്കർ റോഡിലിരിക്കുന്നതും കാണാം. അല്ല, അത് കാണാൻ കാത്തിരിക്കുന്ന ആളാ ഞാനും. ഈ യുദ്ധത്തിൽ തോൽക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരാൾ ഡോക്ടർ നിരഞ്ജന.